Hello friends, this is Kiran CS. You are watching me on KC's classes for Commerce and Management. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പാണ്. ടുഡേ വി ക്യാൻ ഡിസ്കസ് ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ഫിനാൻസ് ഫംഗ്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതർ ഫംഗ്ഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് എപ്പോഴും അറിയാം, ഫണ്ട് ഇല്ലെങ്കിൽ, ഫിനാൻസ് ഇല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ മറ്റൊരു കാര്യങ്ങളും നടക്കില്ല. So that's why we are saying finance is the lifeblood of an organization. So finance ഫംഗ്ഷനും ഓർഗനൈസേഷനിലെ മറ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ബേസിൽ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ നമ്പർ 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ഫംഗ്ഷനാണ്. നമുക്കറിയാം, കോസ്റ്റ് മിനിമൈസേഷൻ ത്രൂ ബെറ്റർ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് കൺട്രോൾ ടെക്നിക്, ദാറ്റ് ഈസ് ദി മെയിൻ എയിം ഓഫ് പർച്ചേസ് ഫംഗ്ഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഡിമാൻഡിനനുസരിച്ച് എത്രത്തോളം മെറ്റീരിയൽ മേടിക്കണം, എത്രത്തോളം യൂസ് ചെയ്യണം എന്നുള്ളത് ഈ പറയുന്ന ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സിൻ്റെ ആപ്ലിക്കേഷനിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. സംതിങ് ലൈക്ക് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റം, ഡിറ്റർമിനേഷൻ ഓഫ് വാരിയസ് ഇൻവെൻട്രി സ്റ്റോക്ക് ലെവൽസ്, ഇൻവെൻട്രി ലെവൽസ്. സോ ഈ പറയുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എത്രത്തോളം മെറ്റീരിയൽ ആവശ്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ദ റൈസിങ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പർച്ചേസ് ഫംഗ്ഷൻ ആൻഡ് ഫിനാൻസ് ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫോർ പേയിങ് ഓഫ് പർച്ചേസ് ബിൽസ് ദർ റിക്വയർഡ് ഫണ്ട്, ദർ റിക്വയർഡ് ഫിനാൻസ്. സോ അതും ഈ പറയുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ പോസിബിൾ ആവുള്ളൂ. സോ ദാറ്റ്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിനാൻസ് ഫംഗ്ഷൻ ആൻഡ് പർച്ചേസ് ഫംഗ്ഷൻ. എന്ന് വെച്ചാൽ നമ്പർ 1, മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സിൻ്റെ ആപ്ലിക്കേഷനിലൂടെ മാത്രമേ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ദെൻ ഫോർ പേയിങ് പർച്ചേസ് ബിൽസ് ദ റിക്വയർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ക്യാഷ്. ഓക്കെ, സോ മൂവിങ് ടു നമ്പർ 2, പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. മെറ്റീരിയൽ മേടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്യാണ്, ഒരു എൻഡ് പ്രോഡക്റ്റിലോട്ട് പോവാണ്, ഒരു എൻഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ദർ റൈസിങ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബോത്ത് ഫിക്സഡ് അസറ്റ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ അത്രത്തോളം എമൗണ്ട് ഈ പറയുന്നൊരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ബെനഫിറ്റ് കോസ്റ്റ് അനാലിസിസ് ആണ്. വാട്ട് യു മീൻ ബൈ ബെനഫിറ്റ് കോസ്റ്റ് അനാലിസിസ്? ഒരു 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോപ്പർ റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ടോ? ആ ഒരു അനാലിസിസിന് ശേഷം മാത്രമേ നമ്മളൊരു പ്രോഡക്റ്റിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. സോ അവിടെയും ഈ പറയുന്ന ഫിനാൻസ് ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരാണ്. So that is the important relationship between production function and finance function. Proper benefit cost analysisന് ശേഷം ഒരു പ്രോഡക്റ്റിലോട്ട് ഫിനാൻഷ്യൽ അസറ്റിൽ, ദാറ്റ് മീൻസ് പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഓക്കെ, സോ ആഫ്റ്റർ പ്രൊഡക്ഷൻ മൂവിങ് ടു തേർഡ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ദി മെയിൻ എയിം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് എൻഡ് കസ്റ്റമറിലോട്ട് എത്തിക്കണം. സോ നമ്മൾ ഇതുവരെ നമ്മുടെ കയ്യിൽ നടന്ന ക്യാഷിനെ ഒരു പ്രോഡക്റ്റാക്കി മാറ്റി അവിടെ പ്രോഡക്റ്റ് എൻഡ് കസ്റ്റമറിലോട്ട് പോകുന്നത് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷാണ്. ക്യാഷാണ് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റായി പോകുന്നത്. എന്തിനു വേണ്ടി? ഫോർ ഗെറ്റിംഗ് ബെറ്റർ ഇൻഫ്ലോ ഓഫ് ക്യാഷ്. സോ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്, ഇൻഫ്ലോ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് വരാണ്. സോ അവിടെയും ഈ ഫിനാൻസ് ഫംഗ്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. So that's the third important point. And moving to fourth important function, the most important function, accounting function ആണ്. To know the overall efficiency of an organization, the required proper recording of financial data. ഫിനാൻഷ്യൽ ഡാറ്റ പ്രോപ്പറായി റെക്കോർഡ് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് പോസിബിൾ ആവുള്ളൂ. പലപ്പോഴും ഫോർകാസ്റ്റിംഗ് ഓഫ് സെയിൽസ്, അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡിസിഷൻസും ഫിനാൻഷ്യൽ പോളിസി ഇറ്റ്സെൽഫ് നമ്മൾ എടുക്കുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് അക്കൗണ്ടിങ് ടെക്നിക്സ്. അതിൻ്റെ ബേസിലാണ്, ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ ടൂൾസിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മളൊരു ഡിസിഷൻ നമുക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പോളിസി ഫ്രെയിം ചെയ്യണമെങ്കിൽ തന്നെ അവിടെ വേണം. അതേപോലെ തന്നെ പ്രോപ്പർ ഫിനാൻഷ്യൽ ഡാറ്റ അവിടെ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ നമുക്കിതൊന്നും പോസിബിൾ അല്ല. സോ ദാറ്റ്സ് ദി ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ഫംഗ്ഷൻ ആൻഡ് ഫിനാൻസ് ഫംഗ്ഷൻ. മൂവിങ് ടു ഫിഫ്ത്ത് വൺ, HR ഫംഗ്ഷൻ. നമ്മളിപ്പോൾ പറയുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് ആർ ദി അസറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. നമ്മളങ്ങനെ പറയുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സാലറി, ദാറ്റ് മീൻസ് വെയ്റ്റ് സ്ട്രക്ചർ, പ്രോപ്പർ ഇൻസെൻറ്റീവ് സ്കീംസ്, അതേപോലെ തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടെ ഫണ്ട് വേണം, ഫിനാൻസ് വേണം. സോ ഓൾ ദീസ് HR ഫങ്ഷൻസ് ഇറ്റ് ഈസ് ഓൺലി പോസിബിൾ ത്രൂ ബെറ്റർ സപ്പോർട്ട് ഫ്രം ഫിനാൻസ് ഫങ്ഷൻ. സോ അതർവൈസ് ഇതൊന്നും പോസിബിൾ അല്ല. അവർക്ക് ഡെവലപ്മെൻറ്റ് സ്കീംസ് കൊടുക്കണമെങ്കിൽ, അതേപോലെ തന്നെ പ്രൊമോഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുമ്പോൾ അവിടെ സാലറി കൂട്ടണം. ഇതൊന്നും പ്രോപ്പറായിട്ട് അവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യില്ല, അവർ വേറെ സ്ഥാപനങ്ങളിലോട്ട് പോകും.
സോ അവിടെയും ഫിനാൻസ് ഫംഗ്ഷനും HR ഫംഗ്ഷനും തമ്മിൽ അത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദി ഫിഫ്ത്ത് വൺ. ആൻഡ് മൂവിങ് ടു ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനാണ്. ഇൻ ദിസ് പ്രസൻറ്റ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് ടു ഗെറ്റ് എ കോമ്പറ്റീറ്റീവ് എഡ്ജ്, ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് കിട്ടുള്ളൂ. എന്ന് വെച്ചൊരു ഡെവലപ്ഡ് കൺട്രീസ് ചെയ്യുന്ന പോലെ നമുക്ക് അത്രത്തോളം ഫണ്ടൊന്നും ഇറക്കാനുള്ള പോസിബിലിറ്റി പലപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസിന് ഉണ്ടാവില്ല. എന്ന് വിചാരിച്ചൊരു എഡ്ജ് കിട്ടണമെങ്കിൽ, കോമ്പറ്റീറ്റീവ് എഡ്ജ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും R&Dക്ക് വേണ്ടിയിട്ട് എമൗണ്ട് മാറ്റി വെച്ചേ മതിയാവൂ. സോ എത്രത്തോളം ഫണ്ട് നമുക്ക് R&Dക്ക് വേണ്ടി യൂസ് ചെയ്യാം, എത്ര ഫണ്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യണം, കുറയ്ക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജിനുള്ള പോസിബിലിറ്റി ഇല്ല. എന്ന് വെച്ചാൽ എല്ലാ ഫണ്ടും R&Dക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനോ അതും പറ്റില്ല. സോ ദർ റിക്വയർഡ് എ പ്രോപ്പർ ബാലൻസ്. ഈ ബാലൻസ് ഫിനാൻഷ്യൽ അനാലിസിസിലൂടെ മാത്രമേ അവിടെ പോസിബിൾ ആവുള്ളൂ. സോ ദാറ്റ്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിനാൻസ് ഫംഗ്ഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&D ഫംഗ്ഷൻ. സോ ഒരു ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻസും അല്ലെങ്കിൽ ഫിനാൻസ് ഫംഗ്ഷനും ഓർഗനൈസേഷനിലെ മറ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.